ഒരു കാര്യം ഞാൻ മുഖവരയായിട്ട് പറയട്ടെ. ലോകത്തിൽ അനേക രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെയുള്ള മിനറൽസുകൾ, അവിടെയുള്ള റിസോഴ്സുകൾ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ സ്വർണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ രാജ്യങ്ങളുടെ വലിയ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഈ ബൈലാടില മേഖലകളിൽ വലിയ ഇരുമ്പ് നിക്ഷേപങ്ങളാണ്. 10 മലകൾ തന്നെയുണ്ട്. 10 ഡിപ്പോസിറ്റ്സ് എന്നാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ഈ ഇരുമ്പയിര് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇനിയും 100 വർഷം കഴിഞ്ഞാലും എടുക്കാൻ കാണും. അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ മേഖലകളിൽ സ്വർണ്ണഖനികൾ, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് നൈജീരിയയുടെ മേഖലകളിൽ, ഗൾഫ് മേഖലകളിൽ ഒക്കെയുള്ള ഓയിൽ റിസോഴ്സുകൾ, അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് വളർന്നിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ മംഗോളിയൻ ടീമുകൾ, ജപ്പാനീസ്, ചൈനീസ്, കൊറിയൻസ്, ഇവരുടെയൊക്കെയുള്ള ആ ബ്രെയിൻ, അതൊക്കെ വലിയ വളർച്ചയ്ക്ക്, ആ രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാണ്. അമേരിക്ക പോലുള്ള ആൾക്കാരുടെ ബിസിനസ് മൈൻഡുകൾ, നല്ല വിദ്യാഭ്യാസമുള്ളവർ ഒരു രാജ്യം പഠിപ്പിച്ച് വളർത്തി ഫലമാകുമ്പോൾ അങ്ങോട്ട് അവർ കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് ഇങ്ങനെ കുഴിച്ച് അത് കായ്ക്കാറാകുമ്പോൾ വേരോട് പറിച്ച് വേറെ കൊണ്ടുപോയി വെക്കുന്നു, തേങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ തന്നെ എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അമേരിക്കൻ ബ്രെയിൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗമനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ആ നിലയിൽ നോക്കിയാൽ ഈ മെലീത്ത ദ്വീപ്, ഈ മാൾട്ടയ്ക്കൊന്നുമില്ല. അങ്ങനെയുള്ള റിസോഴ്സുകളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഒരു മൊട്ടുസൂചി പോലും ഇവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇല്ലെന്നാണ് എൻ്റെ ചിന്ത. എന്നിട്ടും ഇതൊരു യൂറോപ്യൻ യൂണിയനിലെ രാജ്യമാണ്. ഒരു സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ രാജ്യം. നമ്മൾ മലയാളികളായിട്ടുള്ള പല ആൾക്കാരും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ ഈ ധന്യനായ പൗലോസ് ശ്ലീഹ ഇവിടെ വരുന്ന സമയങ്ങളിൽ ഇവിടെ ഇവിടുത്തെ ദ്വീപിൻ്റെ കുബ്ലിയോസ് ഇല്ലേ, അപ്പം അദ്ദേഹത്തിനൊന്നും സുവിശേഷം അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ പൗലോസ് തന്നെ ഒരു സുവിശേഷകനാണെന്നുള്ള കാര്യങ്ങളല്ല. ഏകദേശം 276ഓളം പേര് വരികയാണ്. അവരിൽ എല്ലാവരും നൊട്ടോറിയൽ ക്രിമിനൽസുകളാണ് അവരെല്ലാം. അവരെയൊക്കെ വിസ്തരിക്കാനായിട്ടോ വധശിക്ഷയ്ക്കോ റോമിൽ കൊണ്ടുപോവുകയാണ്. അന്ന് ലോകം മുഴുവൻ റോം ഭരിക്കുന്ന കാലങ്ങളിൽ അവിടെ ഓരോ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള ജഡ്ജസും ശിക്ഷാവിധികളും രാജാക്കന്മാരും ഗവർണേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത വലിയ കുറ്റവാളികളെയാണ് റോമിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 276 പേരെന്ന് പറയുന്നത് മിക്കവാറും 200 പേരെങ്കിലും വധശിക്ഷ കിട്ടേണ്ട ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ പൗലോസിനെയും ഒരു കുറ്റവാളിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള കുറ്റവാളികളെ ഈ അന്നത്തെ ഈ മാൾട്ടയിലുള്ളവർ അല്ലെങ്കിൽ മെലീത്ത ദ്വീപിലുള്ളവർ ബൈബിൾ പറയുന്നത് അസാധാരണമായ ദയ കാണിച്ചു എന്നാണ്. അസാധാരണമായ ദയുണ്ട്, പക്ഷേ അസാധാരണമായ ദയുണ്ട്. അസാധാരണമായ അവർ ദൈവമക്കളാണെന്നോ ഒന്നുമല്ല, കള്ളന്മാരാണ് കൊള്ളക്കാരാണെന്ന് അറിഞ്ഞിട്ടും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ അവർ മനുഷ്യരാണ് എന്നുള്ള ഒറ്റ കാരണം മാത്രം, അവർ വിദ്യാഭ്യാസത്തിൽ ഉന്നതരായതുകൊണ്ടോ സംസ്കാരത്തിൽ ബാർബേറിയന്മാരെന്നാണ് ബൈബിൾ പോലും അന്ന് ഈ ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഒരു അസാധാരണ ദയ കാണിക്കാനുള്ള ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം കൊണ്ടോ സംസ്കാരം കൊണ്ടോ അതൊന്നും ലഭിക്കണമെന്നില്ല, മതം കൊണ്ടും അത് ലഭിക്കണമെന്നില്ല. അപ്പോൾ അസാധാരണമായ ഒരു ദയ കാണിക്കുകയാണ് അവരെ. എന്നിട്ട് ഈ 276 പേരെയും ഏകദേശം 3 മാസത്തോളം, 1-2 ദിവസമല്ല, ഇവർ ശുശ്രൂഷിക്കുകയാണ്. ഇവർ കടന്നു പോകുമ്പോൾ അവർ മാന്യമായ നിലയിൽ അവരെ യാത്രയ്ക്കാണ്. ഇതൊന്നും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കർത്താവ് പ്രതിഫലം തരുമെന്നോ ഒന്നുള്ള ചിന്തകളിലല്ല. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവൊന്നും അവർക്കില്ല. പക്ഷെ ദൈവം ഒരു ദൈവദാസനെ മാനിച്ചതിൻ്റെ ഫലമായിട്ട് 1000 വർഷം കഴിഞ്ഞാലും ദൈവം ഓർക്കുമെന്ന് മനസ്സിലാക്കാൻ ഒരു തെളിവാണ് ഈ മാൾട്ട. ഇന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സൈപ്രസിൽ പോയി. അപ്പോൾ സൈപ്രസും ഈ പറഞ്ഞ പോലൊരു കൊച്ചു ദ്വീപാണ്. അങ്ങനെ വലിയ റിസോഴ്സുകൾ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ. അപ്പം ഞങ്ങൾ ഈ പൗലോസ് പോയ ചില സ്ഥലങ്ങൾ സെർഗിയോസ് പൗലോസിൻ്റെ വീട്, പാമ്പോസ്, ഈ മേഖലകളൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ അവിടെ ടാക്സി, അന്ന് എനിക്ക് തോന്നുന്നത് ഒരു 25 എത്രയോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, മെഴ്സിഡീസ് ബെൻസാണ് അന്ന് നമ്മുടെ ഇന്ത്യയിലെ ആകെപ്പാടെയുള്ള അംബാസഡറും അതുപോലെ തന്നെ ഫിയറ്റ് കാറുകളുമേ ഉള്ളൂ. അന്ന് നമ്മുടെ ഗവൺമെൻറ് എല്ലാ വണ്ടികളും എയർപോർട്ടുകളിലൊക്കെ അതുമാത്രമുള്ള കാലമാണ്. അപ്പോൾ ഈ മെഴ്സിഡീസ് ബെൻസാണ് ടാക്സിയായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാം ടാക്സി എല്ലാം മെഴ്സിഡീസ് ബെൻസാണ്. അവർ ഇന്ത്യ പോലുള്ള റിസോഴ്സുകളൊന്നും അവർക്കില്ല. എന്നെ ഒരു 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 നിക്കോഷിയയിൽ ഒരു തയ്യൽ ജോലിക്കാരന് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചത് അയാളുടെ വീടിൻ്റെ മുമ്പിലുള്ളൊരു മുന്തിരി പന്തലിട്ടിട്ട് അതിൻ്റെ കീഴിലാണ് ഞങ്ങളെ അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഞാനോട് ദൈവമേ, ഇവരെല്ലാം ദൈവം, നമ്മുടെ നാട്ടിൽ എന്ന് മാത്രം ദയക്കാരുണ്ടല്ലേ, എന്താണ് ഇവരെല്ലാം ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചതെന്ന് നോക്കിയപ്പോൾ അതും പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ക്രിസ്തീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സൈപ്രസുകാരനാണ് അവൻ്റെ നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുന്നത്. സ്വർഗത്തിൽ ദൈവം ആദരിക്കാതിരിക്കുമോ? ഈ കർത്താവിന് എൻ്റെ മുഖത്തേക്ക് നോക്കിയവരെ അവരൊന്നും ഇന്ന് ഓർമ്മയിലില്ല. പക്ഷേ ആ അനുഗ്രഹത്തിൻ്റെ നദികൾ ഇന്ന് ഒഴുകുകയാണ്. ഒഴുകാനുള്ള സാധ്യതകളൊന്നും ഉണ്ടായിട്ടല്ല. ഇനി നമ്മുടെയും പലരുടെയും ചരിത്രങ്ങൾ പഠിച്ചാൽ അതല്ലേ, നമ്മുടെ കുടുംബത്തിൽ നമ്മളെക്കാൾ എത്രയോ മിടുക്കരിപ്പോഴും ഉണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത ചില അനുഗ്രഹങ്ങൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുകയാണ്. ഇതെല്ലാം ആ കർത്താവിനെ കണ്ടെത്തിയത് കൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ഇന്ന് നിങ്ങൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ഞാനിങ്ങനെ മുഖവര പറഞ്ഞു നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം ഒന്നെടുക്കാമോ ദയവായിട്ട് എല്ലാവരും? ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തകം ഒന്നെടുക്കാമോ? 2-ാം അധ്യായം. അപ്പം ഒന്ന് എടുത്തെങ്കിൽ ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ഒന്ന് ബൈബിളുമായിട്ടൊന്ന് കരം ഉയർത്തിക്ക്. ഞാൻ ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കാൻ പരിശ്രമിച്ച് ഭയങ്കരമായി പരാജയപ്പെട്ടൊരു ഗോപാലകൃഷ്ണനായതുകൊണ്ട് ഈ ബൈബിൾ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്നോ? ഹബക്കൂക്കാണോ എടുത്തിരിക്കുന്നത്? അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ ഒന്ന് നോക്കിയെന്ന്, അടുത്തിരിക്കുന്ന തുറന്ന് വെച്ചിരിക്കുന്ന ഹബക്കൂക്കാണോ എന്ന് നോക്കി, അല്ലെങ്കിൽ ഒന്ന് ഒരു ഹെൽപ്പ് ചെയ്തേ ദയവായിട്ട്. അല്ല കേട്ടോ, ഇല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത്, പ്രത്യേകിച്ച് പിള്ളേരെ ഒന്ന് സഹായിച്ച് നിങ്ങളങ്ങനെ എടുത്തു. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞു അല്ലേ? അവൻ 2-ാം അധ്യായമാണ്. 2-ാം അധ്യായം. എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യം ഈ പറയുന്ന ജനങ്ങൾ അറിയണം. കാരണം ഞങ്ങൾ ചില യോഗങ്ങൾ ചെല്ലുമ്പോഴേ ആൾക്കാരോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെയോ? ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഭയങ്കര അനുഗ്രഹം. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ? അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇന്നലത്തെ വിഷയം എന്തായിരുന്നു? വിഷയം അങ്ങോട്ട് ഓർക്കുന്നില്ല. അതേത് വാക്യമായിരുന്നു? അതും ഓർക്കുന്നില്ല. പിന്നെന്തായിരുന്നു അനുഗ്രഹം എന്ന് ചോദിച്ചാൽ അതൊരു സൈസ് അനുഗ്രഹമാണ്. അപ്പം എന്നാൽ നമുക്ക് എന്നും നിലനിൽക്കുന്ന ആ ഓർമ്മയുടെ അനുഗ്രഹമാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട് നിർത്തി വ്യക്തമായിട്ട് എൻ്റെ ഈ പ്രഭാഷണത്തിന് ശേഷം ഈ വിഷയത്തിൽ ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ നിശ്ചയമായിട്ടും പറഞ്ഞു തരാം. അറിയാൻ മേലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ പരിശ്രമിക്കും. ഞാനൊരു ബൈബിൾ വിദ്യാർത്ഥിയാണ് ഇന്നും. അപ്പം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക്, അതിൻ്റെ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കുറച്ചൊന്ന് വായിക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് വായിച്ചു. മലയാളമാണെങ്കിൽ മലയാളം. നമുക്ക് ഒന്നിച്ചാണ് വായിക്കുന്നത്,
ഉറച്ചാണ് വായിക്കുന്നത്, ശബ്ദമുയർത്തിയാണ് വായിക്കുന്നത്. വായിച്ചു തുടങ്ങാം. ഞാൻ ഇത്രയും ശബ്ദമുള്ളോ? ഞാൻ പറഞ്ഞല്ലോ, പ്രായമുള്ള ആകെപ്പാടെ ഉള്ള ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഇല്ലേ? അപ്പം നിങ്ങൾ യൗവനക്കാർ, നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ ശബ്ദം ഇവിടുന്ന് ഒരു 10 ഇരട്ടി അകലെ പോവും, കേൾക്കും. മൈക്കൊന്നും ഇല്ലാതെയാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയത്. അപ്പം ഇത്രയും ആരോഗ്യമുണ്ട് നിങ്ങൾക്ക്. ചെറുപ്പക്കാരാണ്, മാൾട്ടായിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഉറച്ച് കുറെ കൂടെ ശബ്ദം ഉയർത്തി. നിശ്ചയം മതി. അപ്പം ഞാനൊന്ന് വായിക്കാം. ഞാൻ കൊത്തളത്ത് നിന്ന് കാവൽ കാത്തുകൊണ്ട് ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃശ്യവയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ല. അപ്പം ഇനി നിങ്ങൾ അടുത്ത ആളിനോട് ഈ വാക്യം പറയാൻ പോവുകയാണ്. അതിന് പ്രബോധനം എന്ന് പറയും. തമ്മിൽ അവൻ പ്രയാസമില്ലെങ്കിൽ ഈ ന്യൂജൻ പാസ്റ്റർമാർ പറയുന്ന പോലെ, ഞങ്ങളൊന്നും ന്യൂജൻ ടീമല്ല, പ്രായമായതുകൊണ്ടാണ്, മനസ്സിൽ ന്യൂജനാണ്. അപ്പം നിങ്ങൾക്ക് പ്രയാസമില്ലെങ്കിൽ അടുത്ത ആളിന് മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിക്കുന്നതിന് പ്രയാസമുണ്ടോ? കണ്ടോ, ഇപ്പം തന്നെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്നൊന്നും നിങ്ങൾ ചിന്തിച്ചേക്കരുത്. അത് നിങ്ങളുടെ ശരീരശാസ്ത്രപരമായൊരു ചിന്തയാണ്. അങ്ങനെയാണെങ്കിലും വലിയ ഘനഗംഭീരന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കാതെ ചിരിച്ചൊക്കെ ഇരിക്കുന്നതല്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് പിണക്കമില്ലെങ്കിൽ ഞാൻ ഈ വാക്യം പറയാം, നിങ്ങൾ അവരോടങ്ങ് പറയണം. പ്രവചനം പോലെ പറഞ്ഞു, തെറ്റുകയില്ല. ഈ വചനം പ്രവചനമായിട്ട് പറഞ്ഞാൽ തെറ്റുകയില്ല. കയ്യിലിരിപ്പ് പറഞ്ഞാൽ മാത്രമേ തെറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയുക, ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട്. അടുത്ത ആളിനോടൊരു ദൂതായിട്ട് തന്നെ പറഞ്ഞു, മുഖത്തോട്ട് നോക്കി. കാത് മാത്രം എൻ്റെ അടുത്തോട്ട് തിരിച്ചാൽ മതി, അത് മുഖത്തോട്ട് നോക്കി. അപ്പം ഇനി അടുത്ത ആളിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്തോട്ട് നോക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ അതൊരു സഹായമാകും. അല്ലാത്തവർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഞാൻ കൈയേറുന്നത്. അപ്പം അടുത്തിരിക്കുന്ന ആളിനോട് വൈരാഗ്യമുള്ളവർ എൻ്റെ മുഖത്തോട്ട് നോക്കുക, ഇല്ലാത്തവർ തമ്മിൽ നോക്കി. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഹബക്കൂക്ക് പറയുന്നതാണിത്. ഉറച്ചു പറയണം അടുത്ത ആളിനോട്. ദൂതാണ്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് ദൈവം എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഈ ദൂത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ അരുളപ്പാട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളോട് അരുളി ചെയ്ത ദൂതുകൾ, ബൈബിളിലൂടെ നിങ്ങളോട് അരുളി ചെയ്ത ദൂതുകൾ, നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ നിങ്ങളോട് അരുളി ചെയ്ത ദൂതുകൾ, ദൈവം നിങ്ങളെ കാണിച്ച ദൂതുകൾ നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ ദൂത് ഏറ്റെടുത്ത് കരമടിച്ച് അഭിഷേകത്തോടെ വിശ്വാസത്തോടെ, ഹല്ലേലൂയ. അത് നിന്റെ ബുദ്ധി കൊണ്ടല്ല, അത് നിന്റെ ജ്ഞാനം കൊണ്ടല്ല,
അത് നിന്റെ കഴിവ് കൊണ്ടല്ല, അത് നിന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, യഹോവയുടെ കൃപയാൽ അതിനെതിരായി നിൽക്കുന്ന ആ മഹാപർവ്വതത്തെ നിരപ്പാക്കിക്കൊണ്ട് കൃപ കൃപ എന്ന ആണിക്കല്ലോടെ അതിനെ പണിയുവാൻ സെരുബാബേലിന് ദർശനം കൊടുത്ത ദൈവം അത് നിവർത്തിക്കുവാൻ ശക്തൻ. ഇന്നത്തെ അവസ്ഥകൾ, ഇന്നത്തെ സാഹചര്യങ്ങളെ കണ്ട് നിരാശപ്പെടരുത്. മനുഷ്യരായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ്, നിരാശപ്പെടും. ഹബക്കൂക്ക് അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൽ, ഒരു വാച്ച്മാൻ, ഒരു മിലിറ്ററിക്കാരൻ. പിന്നെ അദ്ദേഹത്തിന് കൃഷിസ്ഥലമുണ്ടായിരുന്നു, കന്നുകാലികളുണ്ടായിരുന്നു. അപ്പം ഗവൺമെൻറ്റിൽ നിന്നൊരു വരുമാനമുണ്ട്, ഫാമിൽ നിന്നൊരു വരുമാനമുണ്ട്, അഗ്രികൾച്ചർ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനമുണ്ട്. പോരാഞ്ഞിട്ട് അദ്ദേഹം പ്രവാചകനാണ്, ദർശകനാണ്, ദൈവവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹത്തിന് വലിയ ആവലാതികളാണ്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എന്തുണ്ട്? ആവലാതികളാണ്, പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ജോലി, അത് ഏത് സമയം ആൾ തട്ടിപ്പോകാവുന്ന ജോലിയാണ്. കാര്യം ശമ്പളമൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാലും പിരിച്ചുവിടാം, കൊല്ലപ്പെടാം, അങ്ങനെയുള്ളൊരു ജോലിയാണ് അദ്ദേഹത്തിന്. അത് ഈ തണുപ്പത്തും മഴയത്തുമൊക്കെ ഈ കാവൽ ഗോപുരത്തിൽ നിന്നുകൊണ്ട് ശത്രു സൈന്യം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി റിപ്പോർട്ട് ചെയ്യേണ്ട ജോലിയാണ് അദ്ദേഹത്തിന്. ഉറങ്ങാനൊക്കെയില്ല, ടെൻഷനാണ് ജോലി സ്ഥലത്ത്. പിന്നെ വീട്ടിൽ വന്നാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കാർ വരും. പുള്ളി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അനുഗ്രഹിക്കപ്പെടും. അവറാച്ചൻ്റെ പശുവിന് വേണ്ടി പുള്ളി പ്രാർത്ഥിച്ചു, ആ പശുവിൻ്റെ രോഗവും മാറി, നല്ല പാലും കിട്ടി. പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ 2 പശു അങ്ങ് ചത്തുപോയി. അപ്പം പുള്ളിക്കാരൻ ഒരു സാക്ഷ്യം പറഞ്ഞു വന്നേ ഉള്ളൂ, ഞാൻ എന്നടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചപ്പം പുള്ളിക്ക് അവിടെ സൗഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഉപദേശിച്ച് പ്രാർത്ഥിച്ച് ശരിയാണ്, പക്ഷേ ഉപദേശിക്കെന്താ ഇങ്ങനെ? പുള്ളിക്ക് അവലാതിയാണ്. കാർഷിക മേഖലയിൽ ഹബക്കൂക്കിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും. പുള്ളി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കായ്ക്കാത്ത മുന്തിരിയും കായ്ക്കും. എന്നാൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുള്ളിയുടെ തോട്ടത്തിൽ വരുമ്പം ഉള്ള കായെല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആൾക്കാർ തന്നെ ചോദിക്കും, ഇതെന്തൊരു പരിപാടിയാണ്? പുള്ളിക്ക് ആവലാതിയാണ്. എന്താ എനിക്കിങ്ങനെ? ദൈവത്തെ സ്നേഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എനിക്കെന്താണിങ്ങനെ? ആവലാതിയാണ് ആ മനുഷ്യന്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ചു, ഈ ആവലാതിയും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അത് ബ്ലഡ് പ്രഷറിലേക്കോ മറ്റ് രോഗങ്ങളിലേക്കോ ഒക്കെ അത് കൊണ്ടുപോകുകയല്ലാതെ ഇത് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാകില്ലല്ലോ. ടെൻഷൻ കൊണ്ടാണ് പലർക്കും അസുഖം ഉണ്ടാകുന്നത്, അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് ഞാനിനി അങ്ങനെ ഈ കൃഷികാര്യവും ജോലികാര്യവും എല്ലാം ഓർത്ത് ചിന്തിച്ച് ഇങ്ങനെ ഭാരപ്പെടുന്നത് എന്തിനാ? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ ഈ പ്രസംഗം ഒത്തിരി സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇത് നിങ്ങൾക്കുള്ള ചില സന്ദേശം ഇതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം അവസാനം ഒരു കാര്യം തീരുമാനിച്ചു, എൻ്റെ ആവലാതിയെ സംബന്ധിച്ച് ഇനി ഒരുത്തിനോടും പറയാൻ പോകുന്നില്ല. പറയുന്നതാണല്ലോ ഈ പ്രശ്നം. കേൾക്കാൻ മനസ്സുള്ള ഒരാളുണ്ട്, ആളിനോട് ഞാനൊരു കാര്യം പറയാൻ പോവാ. പുള്ളിക്ക് ഈ കാര്യം നേരത്തെ അറിയാമെങ്കിലും അങ്ങനെ ഒരു ഡിസിഷനിലൊന്നും വന്നിട്ടില്ല. പുള്ളി ആവലാതിയുമായിട്ട് ഇങ്ങനെ നടക്കുന്നൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ തീരുമാനിച്ചു, ഇനി ഞാൻ ആരോടും പറയുന്നില്ല. എൻ്റെ ആവലാതി സംബന്ധിച്ച് ദൈവം എന്ത് ഉത്തരം അരുളുമെന്ന് കാണേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ഈ ആവലാതിയിൽ ഒത്തിരി ചോദ്യം തനിക്കുമുണ്ട്, വീട്ടിലുള്ളവർക്കുമുണ്ട്, നാട്ടിലുള്ളവർക്കുമുണ്ട്, കൂട്ടുകാർക്കുമുണ്ട്. അതിനൊന്നും മറുപടി പറയാൻ തനിക്കും കഴിയുന്നില്ല, ഒന്നുമില്ല. അതിന് തനിക്കൊരു മറുപടി വേണം. അപ്പോൾ ദൈവം ഉത്തരമരളി. നമ്മുടെ ദൈവം ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്നൊരു ദൈവമാണ്. കാരണം നമ്മുടെ ദൈവത്തിന് കേൾക്കാൻ ചെവിയുണ്ട്, സംസാരിക്കാൻ നാവുമുണ്ട്, ഉത്തരം പറയാൻ അറിവുമുണ്ട്.
ഇത്ര നല്ലൊരു ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തിനാണ് ഈ ആവലാതിയുമായിട്ട് നടക്കുന്നത്? കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ണുനീര് കാണുമ്പോൾ മനസ്സിലിയുന്ന ഒരു ദൈവമുള്ളപ്പോൾ, പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്നൊരു ദൈവമുള്ളപ്പോൾ നീ എന്തിനാണ് ഈ ആവലാതിയുമായി നടക്കുന്നത്? ആ കർത്താവിനോടൊന്ന് സംസാരിച്ചു നോക്കുക, അവൻ ഉത്തരമരുളും. ഉത്തരമരുളിയത് പുള്ളി ചിന്തിച്ചതുപോലല്ല. അതിതാണ് ഈ പ്രാർത്ഥനയുടെ മറുപടി തന്നെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി തന്നെ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ കൃപയിൽ നിൽക്കുന്നത്. നമ്മുടെ കർത്താവ് പോലും ഗെത്സമനയിൽ ഈ പാനപാത്രം മാറണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിന് ദൈവം മറുപടി കൊടുത്തിരുന്നെങ്കിൽ നാം ആരും ഈ കൃപയിൽ നിന്ന് കാണുകയില്ലായിരുന്നു. അപ്പം ദൈവം ചെയ്ത ഏറ്റവും വലിയ വിഷയം തന്നെ ഓമന മകൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നതാണ്. ധന്യനായ പൗലോസ്ലീഹ ഈ മെലീത്ത ദ്വീപിൽ വന്ന് അനേക രോഗികളെ സൗഖ്യമാക്കി യേശുവിൻ്റെ നാമത്തിൽ കൊടും വിഷമുള്ള അണലിയെപ്പോലും കുടഞ്ഞു കളഞ്ഞ പുള്ളിയെ കുത്താനൊരു പിശാചുണ്ടായിരുന്നു. അതേ 3 പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, ഞാൻ ശാസിക്കുമ്പം പിശാചും അതിൻ്റെ ശൂലവുമായിട്ട് പമ്പ കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ എന്നെ ഉരുട്ടി കുത്തുകയാണല്ലോ, നീ ഒന്ന് മാറ്റിത്തരണേ എന്ന് പുള്ളി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അന്നേരം എല്ലാം കർത്താവ് പറഞ്ഞു, മോനെ, എൻ്റെ കൃപ നിനക്ക് മതി. നീ ഞാൻ തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിഗളിച്ചു പോകാതിരിപ്പാൻ. നീ നിഗളിച്ചു പോയാൽ സാത്താനുള്ള അവസ്ഥ മാത്രമാണ് നിനക്കുള്ളത്. നിഗളിച്ചു പോയാൽ നിനക്ക് നരകമാണുള്ളത്. നീ നിഗളിച്ചു പോകാതിരിപ്പാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരികയില്ല. ഒന്ന് സ്വതം ചെയ്താട്ടെ, ഒന്നുകൂടെ സ്വതം ചെയ്താട്ടെ. ആത്മീകത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും ഈ കൃപയിൽ നിൽക്കാൻ നല്ലതും. അതിപ്പോഴൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഇല്ലേ? ചില കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോട് പലതും ചോദിക്കും. ബുദ്ധിയുള്ള മാതാപിതാക്കൾ, സ്നേഹമുള്ള മാതാപിതാക്കൾ എല്ലാം കൊടുക്കുകയല്ല. കൊടുക്കുമോ? കൊടുക്കുകയില്ല. കുഞ്ഞിനിതിന് ആരോഗ്യത്തിന് ക്ഷതം വരുമെങ്കിൽ, ഇത് അപകടം വരുമെന്ന് കണ്ടാൽ സ്നേഹമുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. കുഞ്ഞിനത് അന്നേരം മനസ്സിലാകുകയില്ല. അത് കരയും, അത് ബഹളം വെക്കും, അത് വാശി പിടിക്കും, അതെല്ലാം ശരിയാണ്. പക്ഷേ സ്നേഹമുള്ള മാതാപിതാക്കൾ അത് കൊടുക്കുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ ദൈവവും. ആ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ ഒരു മെച്യൂറായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ വളർന്നു വരണം. ഇപ്പോൾ ഹബക്കൂക്കിനെ ദൈവം കൊണ്ടുവരികയാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന ദർശനം നിറവേറും, പക്ഷേ അതിന് ഒരു അവധിക്കാലമുണ്ട്. ആ അവധിക്കാലത്ത് മാത്രമേ അത് നിറവേറൂ. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം ഓർക്കണം. ദൈവത്തിനൊരു സമയമുണ്ട്, അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, തെറ്റുകയില്ല. അതിനായിട്ട് നീ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. നമ്മളങ്ങനല്ല. ദർശനം കണ്ടാൽ, ദൂത് കണ്ടാൽ അന്നേരം തന്നെ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് ദൈവാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സന്തോഷത്തോട് ചെല്ലുന്നു. ഉണ്ടായിരുന്ന വാതിലും അടഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ അടുത്ത വാതിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര പൂട്ടിട്ടിരിക്കുകയാണത്. അന്നേരം നമ്മൾ അങ്ങ് ആകെപ്പാടെ കൺഫ്യൂഷനാകും. സ്വർഗത്തിൽ ദൈവം തുറക്കുന്നൊരു സമയമുണ്ട്, അതുവരെ കാത്തിരിക്കണം. സ്തോത്രം.
കാത്തിരിക്കാൻ മനസ്സുണ്ടോ? കാത്തിരിക്കാൻ മനസ്സുണ്ടോ? വെയിറ്റ് ചെയ്യാൻ മനസ്സുണ്ടോ? ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനുമായ ദാവീദിന്റെ താക്കോലുള്ളൊരു കർത്താവാണ് നിന്റെ ഇടയൻ. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ഒരു ദുർഘടങ്ങളും അവൻ്റെ മുൻപിൽ നിൽക്കുകയില്ല. ഇരുമ്പോടാമ്പലുകളെ അവൻ ഖണ്ഡിക്കും. എന്നാൽ അവൻ്റെ സമയത്ത് മാത്രമേ അവൻ തുറക്കൂ. അതൊരു അവധിക്കാലമാണ്, അതൊരു ടെസ്റ്റിംഗ് കാലമാണ്. ആ സമയത്ത് നീ ഒരുങ്ങേണ്ട കാലമാണ്. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, വചനത്തിലൂടെ ഒരുങ്ങേണ്ട സമയമാണ്. അതിനെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, മകൻ സകലത്തിനും അവകാശിയെങ്കിലും വളരാതിരിക്കുന്നിടത്തോളം കാലം തൻ്റെ ദാസനേക്കാൾ വലിയവനല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പപ്പായ്ക്ക് ഒരു കമ്പനിയുണ്ട്, വലിയൊരു കമ്പനിയുണ്ട്. നിങ്ങൾക്ക് 10 വയസ്സേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളെ ആ കമ്പനിയുടെ ജനറൽ മാനേജരായിട്ട് നിങ്ങളുടെ പപ്പ നിയോഗിക്കുകയില്ല. ആ ഒരു ജനറൽ മാനേജരാകാൻ യോഗ്യതയുള്ള ഒരാളെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നിയമിക്കുന്നത്. ഞാൻ മകനാണല്ലോ എന്നൊന്നും പറഞ്ഞാൽ നടക്കുകയില്ല. എന്നാൽ ഈ മകൻ പഠിക്കേണ്ടതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ, അവൻ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ, ഈ അപ്പൻ ആരേ ആക്കത്തുള്ളൂ? മകനേ ആക്കത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, അത് ദൈവം നൽകണമെങ്കിൽ അത് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ വളർച്ചയുള്ളവരായി തീരണം. സ്തോത്രം, സ്തോത്രം. രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവരാണെങ്കിൽ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കാത്തവരാണെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, വേർപെടാത്തവരാണെങ്കിൽ വേർപെടണം, വചനം വായിക്കാത്തവരാണെങ്കിൽ വചനം വായിക്കണം, കർത്താവിനെ സാക്ഷിക്കാത്തവരാണെങ്കിൽ സാക്ഷിക്കണം, വിശുദ്ധിയുടെ മേഖലകളിൽ എവിടെയെങ്കിലും തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രമീകരിക്കണം. അങ്ങനെ ക്രിസ്തുയേശുവാകുന്ന തലയോളം വളർന്നു വരുമ്പോഴാണ് ആ ദർശനം അതിൻ്റെ നിവൃത്തിയിലേക്ക് നിറവേറുന്നത്. അല്ലാതെ കണ്ടതുകൊണ്ട് ഉടനെ അത് നിറവേറണമെന്നില്ല. വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന് ഞാൻ ബിനുവല്ലേ ബിനുവിൻ്റെയൊക്കെ മദറിൻ്റെ വീട് പൊടിയാടിയിൽ, അവരുടെ ചർച്ചിൽ ഞാൻ പാസ്റ്ററാണെന്ന്. ഒരു വലിയ പ്രതിസന്ധി എനിക്കുണ്ടായി. ആ പ്രതിസന്ധി ഒരു വലിയ നുണമുഖാന്തരം ഉണ്ടായ പ്രതിസന്ധിയാണ്. ഞാൻ പ്രസംഗിക്കേണ്ട ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യപ്പെട്ടു, ഒരാളുടെ നുണമുഖാന്തരം. ഭയങ്കരമായ വേദന ആ സന്ദർഭത്തിലുണ്ടായി. ഞാനതിനെ ന്യായീകരിക്കാനോ എതിർക്കാനോ ഒന്നും പോയില്ല. ഞാൻ സാറിന് അങ്ങനെ പോകാറുമില്ല, എൻ്റെ രീതി അങ്ങനെയല്ല. എന്നെ ഉപദ്രവിച്ചവരുടെ പേരുകളും ഞാൻ പറയാറില്ല. പിന്നെ ഈ മകൻ ഇവിടെ ഉള്ളതുകൊണ്ട് ആ സ്ഥലം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ പാഴ്സണേജ് അടച്ചു. എൻ്റെ ഭാര്യയും മകനും അങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വരാതിരിക്കാൻ. റോഡ് സൈഡിലായിരുന്നു ഹോൾ, അതുകൊണ്ട് ആ ഹോളിൻ്റെ വാതിലും ഞാൻ അടച്ചു. അവിടെ മിക്കവാറും ആൾക്കാർ വരും, ആരും വരാതിരിക്കാൻ, ദൈവവുമായിട്ടൊന്ന് കരയാനായിട്ട്. അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. മനസ്സിലതുപോലെ വേദനയാണ്. നടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നടന്നും പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. അവസാനം ഞാൻ ഈ സഭാ ഹോളിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചു നിന്ന് കരയുകയാണ്. ഒരു കുട്ടി കരയുന്ന പോലെ കരയുകയാണ്. മനുഷ്യൻ്റെ മുമ്പിൽ കരയാതിരിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കും. മനുഷ്യൻ്റെ മുമ്പിൽ കുനിയാനും കൈനീട്ടാനും ഇരിക്കാനും ഞാൻ പരിശ്രമിക്കും. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് മുട്ടുകുത്തണം. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എളുപ്പം ഞങ്ങളുടെ ചർച്ച് ഒരു എയർ കണ്ടീഷൻ ചെയ്തൊരു അനുഭവത്തിലേക്ക് വന്നു. ഒരു കൂളിംഗ് ഉണ്ടായി. ആ കൂളിംഗ് ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് ദൈവം സംസാരിക്കാൻ പോവുകയാണ്. ദൈവം ശാന്തമായി സംസാരിക്കാൻ ദൈവമാണ് നമ്മുടെ ഭാഷയിൽ. എനിക്ക് മനസ്സിലായി കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആ ഏങ്ങലടിയെല്ലാം മാറ്റി അവൾ പരിശുദ്ധാത്മാവിനോട് പറയാൻ തുടങ്ങി,
മകനെ, നീ എൻ്റെ ദാസനാണ്, എൻ്റെ മകനാണ്, ഞാനാണ് നിന്നെ വിളിച്ചത്. എനിക്ക് നിന്നെ ഭൂമിയുടെ അറ്റം വരെയും വിട്ട് എൻ്റെ സാക്ഷ്യം വഹിപ്പിക്കാൻ കഴിവുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ദൈവം അത് പറയുമ്പോൾ നമ്മൾ മനുഷ്യനെന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷമല്ലേ. എൻ്റെ ആ നിരാശ എതിലൂടെ പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഭയം എതിലൂടെ പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനങ്ങ് ആത്മാവിൽ നിറഞ്ഞിങ്ങനെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അന്ന് നമ്മുടെ ഈ പാസ്പോർട്ടില്ല, അന്ന് പാസ്പോർട്ടില്ല. എന്നെ ആ ഭൂമിയുടെ അറ്റത്തേക്ക് കൊണ്ടുപോകേണ്ട ആ ആളും ജനിച്ചിട്ടില്ലെന്ന്. അതാ എൻ്റെ അത്ഭുതം. അത് കഴിഞ്ഞ് ആ ദൂത് കൊണ്ടു, പിന്നെ നടന്നൊന്നുമില്ല. ആ പ്രശ്നമായിട്ട് തന്നെ നടക്കുക. പക്ഷേ എൻ്റെ വേദന മാറി, എൻ്റെ നിരാശ മാറി, എൻ്റെ ദുഃഖം മാറി, എൻ്റെ സന്തോഷമായി. എൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. എതിരാളികളായിട്ട് തന്നെയുണ്ട് അവിടെ. നുണ പറയുന്നവരായിട്ടുണ്ട്. അതൊന്നും മാറിയിട്ടില്ല. പക്ഷേ എൻ്റെ ദുഃഖം മാറി, എനിക്ക് ഭയങ്കര ധൈര്യമായി. അത് കഴിഞ്ഞ് എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഫ്രീ ആയിട്ടാണ് പാസ്പോർട്ട് കിട്ടിയത്. തിരുവല്ലയിലൊരു വിജയനൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊരു ട്രാവൽ ഏജൻസിയൊക്കെ ഉണ്ടായിരുന്നു കുരിശുമലയിൽ. അവിടെ ഒരു ജിജിയും തങ്കച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് അവരുടെ ഒരു വിഷയത്തിലെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടിയൊക്കെ കൊടുത്തുകൊണ്ട് എനിക്ക് അവർ പാസ്പോർട്ട് ഫ്രീ ആയിട്ട് എടുത്തു തന്നു. അങ്ങനെ പോകാൻ പാസ്പോർട്ടായി. അത് കഴിഞ്ഞ് എനിക്കൊരു മകൻ ജനിച്ചു. ആ മകൻ്റെ പേര് ജോബി. അവൻ വിവാഹം കഴിച്ചു. ആ മകളുടെ പേര് റീജ. ഈ ദൂത് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ജനിച്ചിട്ടില്ല. ഈ ജോബിയും റീജയും കൂടെ എനിക്ക് വിസ ക്രമീകരിച്ച്, ടിക്കറ്റ് ക്രമീകരിച്ച് ഈ സ്റ്റുവാർഡ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ക്ഷീണം വരാതിരിക്കാനായിട്ട് ഈ സിംഗപ്പൂരിലൊരു ഇതുണ്ടായിരുന്നു, അവിടെ സിംഗപ്പൂർ ഡോളർ അയച്ചു തന്നു. അത് കഴിഞ്ഞ് ഒത്തിരി യാത്ര ചെയ്യണം ഈ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഈ എടുത്തിരിക്കുന്ന ഹോം സ്റ്റേ പോലെ ഓരോ സ്ഥലത്ത് ക്ഷീണം വരാതിരിക്കാൻ 10, 200, 300 കിലോമീറ്റർ ഇടയ്ക്കുള്ള സ്ഥലത്ത് വീടുകൾ എടുത്ത് സൗത്ത് പസഫിക് അൻലാറ്റ് സമുദ്രത്തിൻ്റെ അതിലൂടെ യാത്ര ചെയ്ത് ഈ സ്റ്റുവാർഡ് ഐലൻഡിൽ പോയി ഞാനവിടെ നിന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്വർഗത്തിലെ ദൈവം ഒരരുളപ്പാട് നിന്നോട് പറഞ്ഞാൽ നിനക്കതിന് കഴിവുണ്ടോ, നിനക്കതിന് ബുദ്ധിയുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ എന്നൊന്നും നീ കൺസേൺഡ് ആകണ്ട. പറഞ്ഞ ദൈവത്തിന് ബുദ്ധിയുണ്ട്, പറഞ്ഞ ആളിന് കഴിവുണ്ട്, പറഞ്ഞ ആളിന് അവൻ്റേതായ വഴികളുമുണ്ട്. ഒരുപക്ഷെ അന്നുവരെയും ജനിക്കാത്ത വ്യക്തിയായിരിക്കാം നിവർത്തിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത്. നീ ഒരു കാര്യം മാത്രം വിശ്വസിച്ചാൽ മതി, എന്നോട് പറഞ്ഞവൻ വാക്ക് പാലിക്കുന്നവനാണ്. അതിന് എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടത് ഞാൻ വളരണമെന്നുള്ളതാണ്. കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. സ്വർഗം നിന്നോട് പറഞ്ഞ അരുളപ്പാടുകളെല്ലാം ഒന്ന് നിറവേറാൻ ശക്തമായി അവൻ കേവലം ഒരു മനുഷ്യനല്ല, അവൻ കേവലം ഒരു പണക്കാരനല്ല, അവൻ കേവലം ഒരു കമ്പനി മാനേജരല്ല. ഹല്ലേലൂയ. ഒരു പ്രധാനമന്ത്രിക്ക് പരിമിതിയുണ്ട്, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു പ്രസിഡന്റിന് പരിമിതിയുണ്ട്, ഒരു മാനേജർക്ക് പരിമിതിയുണ്ട്. എത്ര ഉന്നതൻ നിനക്കുണ്ടെങ്കിലും പലതും അവർക്ക് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നിന്റെ കുടുംബത്തിൽ വലിയ കലക്ടർ ഉണ്ടെങ്കിലും, ഈ മാൾട്ടായിൽ വലിയ ഉന്നതനുണ്ടെങ്കിലും നിന്റെ പ്രശ്നത്തിന് അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. എന്നാൽ ദൈവം നിനക്കുണ്ടെങ്കിൽ അവൻ നിനക്ക് അരുളപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെതായ വഴികളുണ്ട്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനെ കാത്തിരിക്കുക.
എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാകുന്നത് വരെ ആ ദർശനത്തിൻ്റെ അവധിക്കാലമാണ്. അല്ലാതെ ദൈവം പറഞ്ഞിട്ട് നടന്നില്ലല്ലോ എന്നൊന്നും ഓർക്കരുത്. നമ്മൾ ശരിയാകുന്നത് വരെ, നമ്മുടെ കയ്യിലെ എല്ലാ ഉടായിപ്പും കളയുന്നത് വരെ പിള്ളേരുടെ ഭാഷയിൽ അത് അവധിക്ക് വെച്ചുകൊണ്ടിരിക്കും. എത്ര പ്രസംഗം കേട്ടാലും ഈ ഉടായിപ്പ് പണി നിർത്തിയില്ലെങ്കിൽ ആ അവധി അങ്ങനെ അങ്ങ് കിടക്കും. ഒരിക്കലും നിറവേറുകയില്ല. അതിൻ്റെ ഉത്തമ തെളിവാണ് ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നത്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവമാണ് പറഞ്ഞത്. ആ ദൈവം അവരെ കൊണ്ടുപോയി. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, മോശ ഉൾപ്പെടെ ആ ശബ്ദം കേട്ട ആൾക്കാർക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ കൂട്ടത്തിൽ ജോഷുവയും കാലേബും പിന്നീട് ജനിച്ചവരും മാത്രമാണ് പോയത്. ദർശനം കണ്ടെങ്കിലും കയ്യിലിരിപ്പ് ശരിയല്ലാതിരുന്നത് കൊണ്ട് അത് നിറവേറാതെ പോയി. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതവും ഹൃദയവും അറിയുന്നവനായ ദൈവമാണ്. എന്നെ നിങ്ങൾ ഈ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ആരാണെന്ന് നന്നായി അറിയാവുന്നവൻ ദൈവം മാത്രമാണ്. അപ്പം എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്നൊരു ബോധം എനിക്കുണ്ടായി. എൻ്റെ ഭാഗങ്ങൾ ക്രമീകരിക്കണം ഈ അവധിക്കാലങ്ങളിൽ. അത് ക്രമീകരിച്ചാൽ ദൈവം പ്രവർത്തിച്ചിരിക്കും. അതാ ഇങ്ങനെ പറഞ്ഞ ദൈവം എന്താണ് പറയുന്നത്? ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. താമസിക്കുകയില്ല, താമസിക്കും. ഈ അവധിക്കാലം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിയാകാൻ വേണ്ടിയാണ്. ശരിയായില്ലെങ്കിൽ അവധി അങ്ങനെ തന്നെ കിടക്കും. പരീക്ഷ എഴുതാതെ ആരെങ്കിലും ജയിക്കുമോ? പണ്ടൊരാളെ തോറ്റതിൻ്റെ വേദനയിലിരിക്കുമ്പോൾ ഒരാളെ പറഞ്ഞു, ഞാനിതുവരെ ഒരു പരീക്ഷയും തോറ്റിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞ പുള്ളി ഒരു പരീക്ഷ ഇതുവരെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? തോറ്റിട്ടുമില്ല, ജയിച്ചിട്ടുമില്ല. അപ്പം പരീക്ഷ എഴുതിയാലേ ജയിക്കൂ. ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പം ഞാൻ രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാൻ നിർത്താമേ. ഒരു പ്രധാനപ്പെട്ടൊരു ദൂത് എൻ്റെ ഹൃദയത്തിലുണ്ട്. അത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ മുതൽ നമുക്ക് നാളെ ചിന്തിക്കാം. യാക്കോബ് കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. യാക്കോബിനെ അമ്മ റിബേക്ക വിളിച്ച് അനിയൻ ജ്യേഷ്ഠൻ ഏശാവ് തട്ടിക്കളയുമെന്ന് മനസ്സിലാക്കി, കുടുംബ പ്രശ്നം ഉണ്ടാകും, രക്തച്ചൊരിച്ചിലുണ്ടാകാൻ ഇരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ഹാക്കിനോടൊരു കള്ളമൊക്കെ പറഞ്ഞ് തൻ്റെ ആങ്ങളയുടെ അടുക്കലേക്ക്, ലാബാൻ്റെ അടുക്കലേക്ക് വിടുകയാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി 28. അപ്പം പുള്ളിക്കാരന് ലാബാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബർഷേബയിൽ നിന്നാണ് പോകുന്നത്. ബർഷേബയിൽ താമസിക്കുകയാണ് ഇസ്ഹാക്കുമൊക്കെ. അവിടുന്ന് പോവുകയാണ്. ചെറുപ്പക്കാരനാണ്. വീട്ടിലെ പ്രശ്നമാണ് കാരണം. എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് അമ്മ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ആള് അങ്ങനെ അമ്മാച്ചൻ്റെ അടുത്ത്, അമ്മാച്ചന് ഒത്തിരി ആടുമൊക്കെ ഉള്ള വലിയ ഒരു കമ്പനിയാണ് അദ്ദേഹം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും എന്ന് കരുതി പോവുകയാണ്. അപ്പോൾ അമ്മാച്ചന് ആടും കന്നുകാലികളും പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അങ്ങനെ പൊതിക്കെട്ടും എല്ലാം കൊടുത്ത് കാണും റിബേക്ക. അങ്ങനെ പുള്ളി പോവുകയാണ്. 1-2 മൈലല്ലല്ലോ, ഇന്നത്തെ പോലെ വണ്ടിയും വെള്ളമൊന്നും കയറിയല്ല പുള്ളി പോകുന്നത്. കാൽനടയായിട്ടാണ് പോകുന്നത്. അങ്ങനെ നടന്ന് പുള്ളിക്കാരനെ ഈ ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഇന്നത്തെ ബഥയിൽ, വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഭാഗമാണ്, ഇന്ന് ഇസ്രയേലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സന്ധിയായിട്ട് കിടക്കാൻ പായും തലയണമൊന്നുമില്ല.
അവിടെ തന്നെ ഞാൻ കിടന്നു. ഒരു കല്ലുമൊക്കെ എടുത്ത് തലേണയായിട്ട് വെച്ച്, അയ്യോ എന്തൊരു ഭയങ്കരമായിരിക്കും ഇല്ലേ, കല്ലൊക്കെ വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അല്ലേ. പ്രത്യേകിച്ച് വല്ല തലമുടി കുറവും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. ഏതായാലും പുള്ളി അവിടെ കിടക്കുക, നല്ല ക്ഷീണമാണ്, ആളങ്ങ് ഉറങ്ങിപ്പോയി. ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം, ഒരു ചെറുപ്പക്കാരൻ ഒരു മരുഭൂമി പോലുള്ളൊരു സ്ഥലത്ത്. തേളുണ്ടോ, ഇന്നത്തെ പോലെയല്ല കുറുക്കനും അതും ഇതുമെല്ലാം കാണും, കള്ളന്മാരും ദുഷ്ടന്മാരും എല്ലാവരും കാണും. എന്തൊരു പേടി കാണും ആ മനുഷ്യനിലെ. അയാളങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയിരിക്കുമ്പോൾ പുള്ളി ഒരു ദർശനം കാണുകയാണ്, ഒരു സ്വപ്നം കാണുകയാണ്. ഒരു കോവണി വെച്ചിരിക്കുന്നു. ആ കോവണിയിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തിനാ ഈ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന? ഒരു പക്ഷേ ഇവനെ പൊക്കിയെടുക്കാനായിട്ട് ഒരു പുലിയോ, ഇതൊക്കെ അന്നുണ്ടല്ലോ ഇഷ്ടം പോലെ, ഒരു കടുവായോ ഒരു കുറുക്കനോ ഒക്കെ വരുന്ന ആര് കണ്ടു കാണുകയല്ല. ഈ യാക്കോബ് കാണുന്നില്ല. ഇവനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ആ കൂരിരുട്ടിൽ തേള് കുത്താതിരിക്കേണ്ടതിന്, പാമ്പ് കടിക്കാതിരിക്കേണ്ടതിന്, കുറുക്കൻ കടിച്ചു വലിക്കാതിരിക്കേണ്ടതിന്, പുലി എടുത്തുകൊണ്ട് പോകാതിരിക്കേണ്ടതിന്, കള്ളന്മാർ കൊല്ലാതിരിക്കേണ്ടതിന് കാവലിന് ഷിഫ്റ്റ് ചെയ്ത് ദൂതന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു കൂട്ടം ആൾക്കാർ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത കൂട്ടം ആൾക്കാർ ഇറങ്ങുക. നീ ഇന്ന് ജീവനോട് വീഴിരിക്കുന്നതിൻ്റെ രഹസ്യം നിൻ്റെ കഴിവല്ല, നിൻ്റെ മിടുക്കല്ല, നിൻ്റെ മസിൽ പവറല്ല എന്നൊരു കാര്യം ഓർക്കണം. യഹോവയായ ദൈവത്തിൻ്റെ കാവൽ, ദൈവദൂതന്മാരുടെ കാവൽ. പകൽ പറക്കുന്ന അസ്ത്രമുണ്ടായിരുന്നു, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ടായിരുന്നു. അത് നീ പത്രത്തിലൂടെ വായിച്ചു, പലരിലും അത് നീ കണ്ടു. അത് നിൻ്റെ അടുക്കൽ വന്നിട്ട്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ വന്നിട്ട് അതവരെ തൊടാതിരുന്നതിൻ്റെ രഹസ്യം. നീയും ആ വാഹനത്തിൽ ഓടിച്ചതാണ് നിൻ്റെ വാഹനം ഇടിക്കാതിരുന്നതിൻ്റെ കാര്യം. നീയും ഉറങ്ങിപ്പോയതാണ് നിൻ്റെ വാഹനം ചാടാതിരുന്നതിൻ്റെ കാരണം. ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ കാത്തതാണ്. അത് നീ മറക്കരുത്. ദൂതന്മാർ മാത്രമല്ല വിഷയം, താൻ കാണുകയാണ്, യഹോവയായ ദൈവത്തെ താൻ കാണുകയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണേ, അത് ഈ ഉൽപ്പത്തി 28 യഹോവയായ ദൈവം പറയുകയാണ്, യാക്കോബേ, ഞാൻ നിൻ്റെ വല്യപ്പനായ അബ്രഹാമിൻ്റെയും നിൻ്റെ അപ്പനായ ഇസ്ഹാക്കിൻ്റെയും ദൈവമാണ്. നീ കിടക്കുന്ന ഈ സ്ഥലം നിന്റെ സന്തതിക്ക് ഞാൻ തരും. ഓർക്കണം, ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇവൻ ആകപ്പാട് ഒരു ശാപ്പാട് കിട്ടിയാൽ മാത്രം മതി, കയറിക്കിടക്കാൻ ഒരു സ്ഥലം മാത്രം ഇവന് മതി. അത് അമ്മാച്ചൻ ഉള്ളതുകൊണ്ട് പെങ്ങളുടെ മോനാണല്ലോ എന്നോർത്ത് സഹായിക്കുമെന്ന് മാത്രമേ പുള്ളിക്ക്, വേറെ പരിപാടിയില്ല, വേറെ ഒന്നുമില്ല. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഭയപ്പെട്ട് കിടന്ന ഈ സ്ഥലം നിന്റെ തലമുറയ്ക്ക് ഞാൻ തരും. സ്തോത്രം. ഒരു ദൈവ പൈതലിന് അവൻ്റെ തലമുറയെക്കുറിച്ച് പോലുമുള്ള കൺസേൺ വലുതാണ്. എത്ര വലിയ ദൈവമാണ്. നീ ഒരു ജോലി മാത്രമാണ് ആഗ്രഹിക്കുന്നത്, നീ നിന്റെ പട്ടിണി മാറ്റുക മാത്രമാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ നിന്റെ തലമുറയെക്കുറിച്ചുമുള്ള ദൂത് പറയുന്ന ഒരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് പറയുന്ന ഇപ്പോൾ ഏകദേശം 3785 വർഷത്തിന് മുൻപാണ് ഈ കല്യാണം കഴിക്കാത്ത ഈ ചെറുപ്പക്കാരനോട് അത് പ്രശ്നമുണ്ടാക്കി, വീട്ടിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി ചേട്ടൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചൊരു ഉടായിപ്പുകാരനായ ഈ മനുഷ്യനോട് പറഞ്ഞ ദൂതായത്. അയ്യോ, യാക്കോബിനെ പോലെ ഉടായിപ്പുകാരനുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിയുടെ ഈ അവധിക്കാലം തീർക്കാൻ ആരുടെ അടുത്ത് കൊണ്ടുപോയെന്നറിയാമോ? അമ്മാച്ചൻ്റെ അടുത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ കറക്ക് കമ്പനി അന്നുള്ളത് ഈ പുള്ളിയാണ്. ആര്? ലാബാൻ. ദൈവം എവിടോട്ട് അവധിക്കാലത്തിന് വിട്ടു? അവിടെ ലാബാൻ്റെ അടുത്തോട്ട് വിട്ടു. എന്തിനാണ്? ഇവനൊന്ന് ശരിയായെങ്കിൽ മാത്രമേ ഇവനോടുള്ള വാഗ്ദത്തം നിറവേറണ്ടേ. ഇവനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഇവനോടുള്ള ബന്ധത്തിലല്ല, അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ്. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഇവനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ബാധ്യതയുണ്ട്. പക്ഷേ ഇവൻ ശരിയല്ല. ഇവൻ എവിടെല്ലാം തട്ടിപ്പുണ്ടോ അവിടെല്ലാം ഇവൻ ഇറച്ചി കൊടുത്തും
വേറെ ഉടുപ്പിട്ടുമൊക്കെ കളിപ്പിക്കാവുന്ന അപ്പനെ വരെ കളിപ്പിക്കുന്നവനാണ് ഇവൻ. പക്ഷേ വാക്തത്വം ഇവന് കിടക്കുക. ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ, എന്നല്ലേ വാക്തത്വം നിറവേറൂ. അവ ഏറ്റവും വലിയ കറക്കമ്പനിയുടെ കയ്യിലോട്ട് വിട്ടു. അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കല്യാണം. എൻ്റെ ദൈവമേ, യാക്കോബ് അനുഭവിച്ച കഷ്ടതകൾ. പുള്ളിക്കാരൻ ഭയങ്കര വേന്ദ്രനായ മനുഷ്യൻ ലാബാൻ. ഈ ലാബാനോട് ദൈവം ഒരിക്കൽ പറഞ്ഞ് തൊട്ടേക്കരുത്. അന്നേരമാണ് പുള്ളി, അല്ലെങ്കിൽ അന്നേരവും പുള്ളി കളിപ്പിച്ചേനം. ഈ കളിപ്പീരെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പോവുകയാണ്. പോകുമ്പോൾ എപ്പോഴും പേടിയാണ്. അപ്പോൾ ആൾ ബ്ലോക്കായി, ഇത് പാസ്പോർട്ടും പോയി വിസയും പോയി കടക്കാതെ അവസാനം ഫൈനും അടച്ച് പുള്ളി പോവുകയാണ്. പോകുമ്പോഴും ചെല്ലുമ്പോൾ ഒരു പേടിയുണ്ട് മറ്റേ പുള്ളി വരുവെന്ന്. അപ്പോൾ അയാളെ എങ്ങനെയും പുള്ളിപ്പിക്കാൻ പിന്നെ ആ തന്ത്രം പുള്ളി എന്നെ എന്നറിയാമോ, ഈ പുള്ളി കന്നാലിയൊക്കെ ആയി. പുള്ളിയാണ് ഈ സൈക്കോളജിക്കൽ ക്ലോണിങ് നടത്തിയ ആദ്യത്തെ വ്യക്തി. ഈ ക്ലോണിങ്ങിലൂടെ ഡോളി എന്ന് പറയുന്ന ഒരു ആടിനെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കി ഇല്ലേ. അതാണ് ഒരു ആടിൻ്റെ അകിടിൽ നിന്ന് കോശമെടുത്ത് ചെയ്തതാണ്. അതാണ് ബയോളജിക്കൽ മേഖലയിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇപ്പോൾ അങ്ങനെ ക്ലോൺ ചെയ്ത ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനെ അങ്ങനെ ക്ലോൺ ചെയ്തെടുക്കാനൊക്കെ, പക്ഷേ അത് നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ആ പണി ആദ്യം ചെയ്തത് യാക്കോബാണ്. ഈ കളിപ്പിക്കരുകാരനായ അമ്മായിയപ്പൻ്റെ കമ്പനിയിലെ മുഴുവൻ ആടിനെയും തട്ടിയെടുക്കാനായിട്ട്. അപ്പം ഇവരങ്ങ് കളിപ്പീരങ്ങ് കൂടിക്കഴിഞ്ഞപ്പോൾ ആട് കച്ചവടമാണ്. അപ്പം ഒരു കണ്ടീഷൻ അമ്മാച്ചനുമായിട്ട് എടുത്തു, വരയും പുള്ളിയും ഉള്ളതൊക്കെ എനിക്ക്. അപ്പം ആടാകുമ്പോഴത്തേക്ക് അത് മാറുകയല്ലോ, ബാക്കിയുള്ളതെല്ലാം നിനക്ക്. പുള്ളി ബുദ്ധി ഉപയോഗിക്കണമല്ലോ. കാരണം ഈ കഷ്ടപ്പെട്ട് പുള്ളി മടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ തീറ്റുന്നതിൻ്റെ കൂലി ആടിനെ തരണം. ശരി, അതെങ്ങനെ ആടിനെ തരാൻ? ശരി, ഇങ്ങനെ ഈ പുള്ളിയുള്ളതൊന്നും അമ്മാച്ചന് അത്ര ഇഷ്ടമല്ല, എന്തോ ഒരു അതെല്ലാം എനിക്കിരുന്നോട്ടെന്ന് പറഞ്ഞു. എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻ്റ് എല്ലാം എഴുതി. പുള്ളിക്കാരൻ എന്നെ എന്നറിയോ, ഈ പുള്ളിയും പോരും ഉണ്ടാകാനായിട്ട് ഒരു വൃക്ഷക്കമ്പ് കൊണ്ടുവന്ന് അതിൽ വരയെല്ലാം ഇട്ട് വെള്ളത്തിൻ്റെ അടുത്ത് വെച്ച് അത് റിഫ്ലക്റ്റ് ചെയ്ത് അത് ആടിൻ്റെ കണ്ണിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ DNA കൊണ്ടുവന്ന് അതിൻ്റെ ക്രോമോസോമുകളിൽ മാറ്റം വരുത്തുന്ന പണിയായിരുന്നു. അതൊരു സൈക്കോളജിക്കൽ ക്ലോണിങ് ആയിരുന്നു. ആ പണിയിൽ ലാബാൻ തറ പറ്റിപ്പോയി കേട്ടോ. അങ്ങനെ ഈ ആടിനെല്ലാം അടിച്ചെടുത്തോണ്ട്, അപ്പം പുള്ളിയുടെ ബുദ്ധി അത്ര ഭയങ്കരമില്ലേ, മിടുക്കൻ. അവിടെ നിന്നെല്ലാം ഈ കളിപ്പിച്ചതിൻ്റെ 10 ഇരട്ടി കളിപ്പിച്ച് അടിച്ചുകൊണ്ട് വരികയാണ്. അടുപ്പിച്ചുകൊണ്ട് 1-2 കല്യാണം എല്ലാം കഴിച്ച് ഇങ്ങനെ മക്കളുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും പുള്ളി എന്നാ എന്നറിയോ, ഓരോ കൂട്ടം അതിനെ വിട്ടിട്ട് പറഞ്ഞു, ചേട്ടൻ വരികയാണെങ്കിൽ പറഞ്ഞു യജമാനുള്ളതാണ്. അടുത്ത കൂട്ടത്തെ വിട്ടു, യജമാനുള്ളതാണ്. അങ്ങനെ ആളിനെ മനസ്സ് മാറ്റാനുള്ള ബുദ്ധിയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിന് 2 ഭാര്യയുണ്ട്, റാഹേലുമുണ്ട്, ലേയുമുണ്ട്. അപ്പം ലേയൻ ടീമിനെയും പുള്ളി നിർത്തി. ലേയോട് പുള്ളിക്ക് പണ്ടേ ഇഷ്ടമില്ല, എന്നാലും ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ ഉള്ളൂ. റാഹേലിനോടാണ് ഇഷ്ടം. റാഹേലിനെ പിന്നെ നിർത്തി. ചേട്ടൻ വന്ന് അവരെ എല്ലാം കൊന്നാലും ലേ പൊക്കോട്ടെ, റാഹേൽ പോകരുത്. റാഹേലും പോയാൽ താൻ പോരെന്ന് പറഞ്ഞ് പുള്ളി ഏറ്റവും പുറകിൽ നിന്നു. അങ്ങനെ പുറകിൽ നിന്നപ്പം ദൈവത്തിന് മനസ്സിലായി, ഇവൻ ഇതുവരെയും ശരിയായില്ലല്ലോ ഇവൻ്റെ. അപ്പം ഇത്രയും പേരെ അടിച്ചാൽ ഓടാനായിട്ട് പുള്ളി റെഡിയായി നിൽക്കുക. എത്തൊരു ബുദ്ധിയായില്ലേ. നിങ്ങൾ ഈ ഭാഗമൊക്കെ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ദൈവം എന്ത് ചെയ്യുന്നറിയാം, ദൈവത്തിനും മർമാണി അറിയാവേ. ഈ നിങ്ങളുടെ ഞരമ്പുകളൊക്കെ ഇതിലൂടെ ഓടുന്ന എവിടെ പിടിച്ചാൽ എവിടെ നിൽക്കുമെന്നൊക്കെ ദൈവത്തിനറിയാം. വലിയ ബഹളം ഉണ്ടാക്കുന്നൊരു പയ്യനെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു പിടിപിടിക്കുന്ന ഞാൻ കണ്ടു. അവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു കേട്ടോ. ദൈവം അവന് ഞരമ്പേൽ ഒരു പിടി പിടിച്ചു, ലോക്കായിപ്പോയി, പിന്നെ അനങ്ങിയിട്ടില്ല. മിടുക്കൊന്നും കാണിക്കരുത്, ആരോഗ്യത്തിലൊന്നും അഹങ്കരിക്കരുത്, സെക്കൻഡ് മതി മാറിപ്പോകാൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പുള്ളി വെള്ളം കുടിച്ചുള്ളൂ, ഇവിടുത്തെ ലോക്ക് തട്ടിപ്പോയെന്ന് പറഞ്ഞു. വായുടെ ലോക്ക് അതങ്ങനെ തന്നെ തുറന്നിരുന്നെന്ന് പറഞ്ഞു. അഹങ്കരിക്കരുതേ, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ.
അപ്പോൾ പുള്ളി മാനസാന്തരപ്പെട്ടു. താൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. എനിക്കിനി ഓടാനൊക്കുകയില്ല. എൻ്റെ പദ്ധതി മുഴുവൻ മാറി. നിൻ്റെ പേരെന്ത്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ഉപായി എന്നാണ്. അന്ന് ദൈവം അവന് പേര് മാറ്റി ഇസ്രയേൽ എന്ന് പേരിട്ടു. സ്വതം ചെയ്താട്ടെ, സ്വതം ചെയ്താട്ടെ, സ്വതം ചെയ്താട്ടെ. അവൻ്റെ അവധിക്കാലം തീരുകയാണ്. കരമടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവധിക്കാലം തീരുകയാണ്. ഇനി അവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവം എന്താണ് പറഞ്ഞത്? ആ ബേഥേലിൽ നിന്റെ സന്തതിക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പോഴവിടെ ബേഥേലിൽ 6400 യാക്കോബിൻ്റെ മക്കൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഇപ്പോഴവിടെ ഉണ്ട്. യാക്കോബ് കിടന്ന ആ സ്ഥലത്ത് 6400 പേര് ഇപ്പോഴുണ്ട്. ആ ഭാഗം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയും. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ യഹൂദ, ശമരിയ, ജെറുസലേം. പക്ഷേ ഇത് 1948 വരെ ഇസ്രയേലിൻ്റെ കയ്യിൽ വന്നിട്ടില്ല. ഇപ്പോഴും മുഴുവനായിട്ട് വന്നിട്ടില്ല. 1967 ജെറുസലേം ജോർഡാനിൽ നിന്ന് അവർ കിട്ടുന്നത്. ഈ അടുത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ലോ കരാർ മുഖാന്തരമായിട്ട് ഈ വെസ്റ്റ് ബാങ്ക് 1995 3 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. എ, ബി, സി. ആ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ബഥേൽ ഉൾപ്പെടുന്ന ആ മേഖലകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ എ ഭാഗം പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലാണ്. ബി ഭാഗം ഇസ്രയേലിൻ്റെയും പലസ്തീൻ്റെയും കയ്യിലാണ്. ഇപ്പോഴ് സി ഏരിയ എന്ന് പറയുന്നത് ഈ ബഥേൽ ഉൾപ്പെട്ടിരിക്കുന്ന മേഖലയിൽ ഇസ്രയേലിൻ്റെ കൈവശമാണ്. യാക്കോബ് കിടന്ന ആ സ്ഥലത്താണ്. അപ്പോൾ ഈ 2026 ഇന്നേക്ക് 3785 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞ വചനം ഒരു നിരീശ്വരനും ഖണ്ഡിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറിയിരിക്കുകയാണ്. ഒന്ന് സ്വതം ചെയ്താട്ടെ, ഒന്ന് സ്വതം ചെയ്താട്ടെ. ഒന്നുകൂടെ കരമടിച്ച്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും കർത്താവ് ഒരു ദൂത് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഖണ്ഡിക്കുവാൻ കഴിയാത്ത നിലയിൽ അത് നിറവേറുക തന്നെ ചെയ്യും. നമ്മളെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്, നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്, നമ്മുടെ തലമുറയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്, നമ്മുടെ സഭയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത് സമയം തെറ്റുകയില്ല. അത് നിശ്ചയമായും നിറവേറുക തന്നെ ചെയ്യും. വിശ്വസിക്കുക. കരമടിച്ച്, കരമടിച്ച്. ഇപ്പോഴത്തെ കാര്യങ്ങൾ നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. യാക്കോബേ, നീ ഒറ്റയ്ക്കായിരിക്കാം. നീ നിന്റെ വീട്ടിലുമല്ല, നിന്റെ അമ്മാച്ചന്റെ വീട്ടിലുമല്ല. നീ ഒരു നടുത്താവളത്തിൽ ആരുമില്ലാത്ത വ്യക്തിയായിരിക്കാം. സ്വർഗത്തിലെ ദൈവമുണ്ടെങ്കിൽ അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ ഈ വിഷയമായിട്ട് സംസാരിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് യോസഫിൻ്റെ കാര്യം. ആ യോസഫ് കണ്ട സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, തൻ്റെ സഹോദരങ്ങൾ തന്നെ ബഹുമാനിക്കുന്നൊരു കാലമുണ്ടാകും, തൻ്റെ മാതാപിതാക്കൾ തന്നെ ബഹുമാനിക്കുന്നൊരു കാലമുണ്ടാകുമെന്ന് ദൈവം തനിക്ക് ദർശനം കൊടുക്കുമ്പോൾ തൻ്റെ പിതാവ് യാക്കോബ് അന്ന് അംഗീകരിച്ചില്ല. രൂബേനും ഗാദും നഫ്താലിയും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഒരൊറ്റ കാരണത്താൽ ആ കൊച്ചു ബാലകനോട് അവർക്ക് അസൂയുണ്ടായി. നമ്മളിങ്ങനെ വായിക്കുന്നു, ഭക്ഷണവുമായി കടന്നുപോയ യോസഫിനെ അവർ പിടിക്കുന്നു. ആ ഭക്ഷണം മാറ്റിവെച്ച് അവർ തന്നെ കഴിക്കുന്നു. യോസഫിനെ കൊല്ലേണ്ടതിന് വേണ്ടി പൊട്ടക്കിണറ്റിലിടുന്നു. പക്ഷേ അവർക്ക് കൊല്ലാൻ കഴിയുന്നില്ല.
അവർ ആ ചെറുപ്പക്കാരനെ ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വെറും 20 വെള്ളിക്കാശിന് വിൽക്കുന്നു, പണത്തിന് വിൽക്കുന്നു, അടിമയായിട്ട് വിൽക്കുന്നു. എന്തിനാണ് അവർ അടിമയായിട്ട് വിറ്റതെന്നറിയാമോ? പൈസയുടെ ആവശ്യത്തിനൊന്നുമല്ല. ആ കാലങ്ങളിൽ ഒരാളെ അടിമയായി വിറ്റാൽ അവൻ മരിക്കുന്നവരെ അടിമയായിരിക്കും. അവൻ്റെ ഭാര്യയും യജമാൻ്റെ അടിമയായിരിക്കും, അതിൻ്റെ മക്കളും അടിമകളായിരിക്കും. നിങ്ങൾക്കൊരു പശു ഉണ്ടെങ്കിൽ ആ പശുവിൻ്റെ കിടാവും നിങ്ങളുടെ എന്ന് പറഞ്ഞ പോലെ, അതാണ് അടിമ. ഇവൻ യജമാനനാകുമെന്നല്ലേ ദർശനം കണ്ടത്? അതുകൊണ്ട് ഇവനോ ഇവൻ്റെ സന്തതിയോ ഒരിക്കലും യജമാനനാകരുത് എന്നുള്ള കൂർമ്മമായ ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ചാണ് അവന് വിൽക്കുന്നത്. പക്ഷേ അത് യോസഫിൻ്റെ അവധിക്കാലമായിരുന്നു. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ഈജിപ്തിൽ അവന് നല്ല ജോലി ലഭിച്ചു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ദൈവത്തിൻ്റെ പ്ലാൻ. അവിടെ ആ ദർശനം നിറവേറാതിരിക്കാൻ പതിയിരിക്കുന്നൊരു വലിയ പാപമുണ്ടായിരുന്നു. ഒരു യൗവനക്കാരനായ ചെറുപ്പക്കാരനെ ഒരു സ്ത്രീ നിരന്തരം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, ആരുമില്ല വീട്ടിൽ, ആരുമില്ല. ആ ചെറുപ്പക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിന്റെ ഭർത്താവ് കാണുന്നില്ല, ആരും കാണുന്നില്ല, പക്ഷെ എൻ്റെ ദൈവം കാണുന്നു. ഓ, ആ പാപത്തിൽ അവൻ വീണിരുന്നെങ്കിൽ ആ ദർശനമല്ലോ നിറവേറുമോ? അവനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എത്ര വലുതാണ്. അവൻ ഓടുകയാണ്. ആ വിശുദ്ധിക്ക് വേണ്ടി നിന്നതുകൊണ്ട് മാത്രം ബലാത്സംഗ കുറ്റം ആരോപിച്ച് അവനെ ജയിലിലടക്കുക. അവിടെയും യോസഫിന് പിറുപിറുപ്പില്ല. അവിടെയും ദൈവം അവന് ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. ആ ശുശ്രൂഷ വാങ്ങിപ്പോയവർ, നേട്ടമുണ്ടായവർ അവനെ മറന്നു കളഞ്ഞു. അവൻ മുഖാന്തരം പൊത്തിപ്പേറിനെ ദൈവം അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ്. യോസഫ് നിമിത്തം ദൈവം പൊത്തിപ്പേറിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചെന്നാ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്താൽ നിങ്ങൾ നിമിത്തം ആ കമ്പനി അനുഗ്രഹിക്കപ്പെടും. ഒന്ന് സ്വതം ചെയ്താട്ടെ. എന്നാൽ യോനായെപ്പോലൊരാളാണെങ്കിൽ ആ കപ്പൽ തകർന്നു പോകും. സ്തോത്രം, സ്തോത്രം. നാം എല്ലാവർക്കും ഒരു അനുഗ്രഹമാകണം. അത് അവർ പറയും. പക്ഷെ അനുഗ്രഹമായിട്ടും ഒരു കള്ളം കേട്ടപ്പോൾ ആര് മറന്നുപോയി? പൊത്തിപ്പേറ് മറന്നുപോയി. ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ ദൈവമുണ്ടെന്നും ഈ ചെറുപ്പക്കാരൻ മുഖാന്തരമാണ് ഞാൻ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതെന്നുമൊക്കെ അനുഭവമുണ്ടായിരുന്ന പൊത്തിപ്പേറ് തൻ്റെ ഭാര്യയുടെ ഒരു കള്ളവാക്ക് കേട്ട് ആ ചെറുപ്പക്കാരനെ ജയിലിലടച്ചു കളഞ്ഞു. അതെന്തുമാത്രം വേദന ഉണ്ടാകുമല്ലേ? യോസഫ് ഒരിക്കൽ പോലും പൊത്തിപ്പേറിനോട് പറഞ്ഞില്ല, നിൻ്റെ ഭാര്യ മോശമാണ്, അവളെന്നോട് മോശമായി ഇടപെട്ടെന്നു. അവൻ നീതിമാനായതുകൊണ്ട് അവരുടെ കുടുംബജീവിതം തകരുവാൻ ഒന്നും ചെയ്തില്ല. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അവൻ്റെ ആ സ്വഭാവ മഹിമകൾ. ജയിലിൽ കിടന്ന് പുള്ളിക്ക് അതുവരെ സ്വപ്നമായിരുന്നു. അപ്പോൾ ദൈവം സ്വപ്ന വ്യാഖ്യാനം കൊടുത്തു. വ്യാഖ്യാനം കൊടുത്തിട്ട് പോകണമെങ്കിൽ ആരെയും കാണണ്ടേ? അപ്പോൾ അവിടെ കിടന്ന 2 പുള്ളികൾ, അവന്മാർ രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. കണ്ടു, അച്ഛാ ഞാനൊരു സ്വപ്നം കണ്ടു, മുന്തിരി വീഴിയുന്നതും ഒക്കെയാണ് പുള്ളി കാണുന്നത്. അപ്പം പറഞ്ഞു, 3 ദിവസം നിനക്ക് ഇനി ഫറവോൻ്റെ പഴയ ജോലി, ആ പാനപാത്രവാഹനായി കിട്ടും. അത് പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്നവനും ഒരു സ്വപ്നം കണ്ട് നേരത്തെ കണ്ടതാണ്. പുള്ളിയെ മിണ്ടായിരിക്കുക. പുള്ളി പറഞ്ഞു, അച്ഛാ ഞാനും കണ്ടു സ്വപ്നം, അത് അപ്പക്കൊട്ടയൊക്കെയാണ്. പുള്ളിയോട് പറഞ്ഞു, അത് ശകലം കഷ്ടമായ സ്വപ്നമാണല്ലോ, നിൻ്റെ തല തട്ടിപ്പോകുന്നു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ പാനപാത്രവാഹനായിട്ട് ജോലി കിട്ടിയ ആ ചെറുപ്പക്കാരൻ പോകുന്നതിന് മുമ്പേ എൻ്റെ ഭാവനയിൽ യോസഫിനോട് വളരെ നന്ദി പറഞ്ഞ, അച്ഛാ ഈ ചെള്ളുകടിയും കൊണ്ട് ഈ ഗോതമ്പുണ്ടയും തിന്ന് ഈ ചട്ട പോലുള്ള ഉടുപ്പും ഇട്ട് ഞാനിവിടെ കിടന്നപ്പോൾ അച്ചായൻ്റെ ശുശ്രൂഷയിലാണ് എനിക്ക് ഈ ഉയർച്ചയുണ്ടായത്. ഞാൻ ചെന്നാലുടൻ അച്ചായന് കത്തയക്കും. എൻ്റെ ആദ്യത്തിൻ്റെ ശമ്പളം അച്ചായൻ അയച്ചു തരും. പിന്നെ ഹോള് പണിയാനുള്ള കാശ് ഞാൻ തരും. ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരു കത്ത് പോലും അയച്ചില്ല. അവനും മറന്നുപോയി. അതും യോസഫിൻ്റെ ഒരു നന്മയായിരുന്നു. അവൻ ഓർത്തിരുന്നെങ്കിൽ പുള്ളിക്കൊരു വീസയൊക്കെ കൊടുത്ത് ഇവൻ്റെ ബാറിൻ്റെ ഒരു ജോലി, പാത്രം കഴുകാൻ ഇവന് കിട്ടത്തുള്ളായിരുന്നു.
ഇവനെക്കുറിച്ചുള്ള ദർശനം വേറെയാണ്. ആ സന്ദർഭത്തിൽ ഈജിപ്തിലെ മന്ത്രവാദികളെ കൂലിക്ക് നിർത്തി മന്ത്രവാദം ചെയ്യിക്കുന്ന സർപ്പാരാധകനായ ഫറവോന് ഒരു സ്വപ്നം കൊടുത്തു. സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്താൻ നിൻ്റെ കുടുംബത്തിലെ ഒരാളെ ആയിരിക്കുകയില്ല, നിൻ്റെ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആയിരിക്കുകയില്ല, നിൻ്റെ ചാർച്ചക്കാരിൽപ്പെട്ട ഒരാളും ആയിരിക്കുകയില്ല, നീ പ്രതീക്ഷിക്കാത്തൊരാളെ ദൈവം ഉയർത്തിയിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. നീ അവരിലും ഇവരിലുമൊക്കെ പ്രതീക്ഷ വെച്ചത് കൊണ്ടാണ് നിന്റെ പരാജയത്തിൻ്റെ കാരണം. ദൈവത്തിൽ പ്രതീക്ഷ വെക്കുക. അവൻ്റെതായ വഴികളുണ്ട്. ഫറവോന് ദൈവം സ്വപ്നം കൊടുത്തു. അതിൻ്റെ വ്യാഖ്യാതാവാകുന്നതോടുകൂടെ യോസഫ് ഈജിപ്തിലെ ഭക്ഷ്യമന്ത്രിയായി. തൻ്റെ കണ്ണുകൊണ്ട് താൻ കണ്ടു ആ 11 കറ്റകൾ രൂബേനും ഗാദും നപ്താലിയും ഇസക്കാറുമൊക്കെ ചുഴലിദീനക്കാർ വീഴുന്നത് പോലെ ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം തൻ്റെ കാൽക്കൽ വീഴുന്നത് താൻ കണ്ടു. സ്വർഗത്തിലെ ദൈവം ഒരു അരുളപ്പാട് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ പരിശ്രമിച്ചാലും, അതിനെത്രയെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും, എന്തെല്ലാം ബുദ്ധി ഉപയോഗിച്ചാലും നീ നിശബ്ദനായിരുന്നു കൊള്ളുക. സമയമാകുമ്പോൾ അത് നിറവേറുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? ദർശനം നിറവേറുമെന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. വിശ്വസിക്കുന്നുണ്ടോ? ദർശനം അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുവെന്ന്. അടുത്തയാളിന്റെ മുഖത്ത് നോക്കി ഈ വാക്യം ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഞാൻ നിർത്തുകയാണ്. ഉറച്ചു പറയണേ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് ദൈവം എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടുവോ? നിങ്ങളുടെ ഹൃദയത്തോട് ദൈവാത്മാവ് സംസാരിച്ചുവോ? അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു എന്ന് ഹൃദയത്തിൽ ബോധ്യമായവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നിങ്ങളോട് സംസാരിച്ചു നിറവേറ്റും. പക്ഷേ ഈ അവധിക്കാലത്ത് ദൈവം പറഞ്ഞത് ഞാനും നിങ്ങളും അനുസരിക്കുമോ? ദൈവം നമ്മോട് പറഞ്ഞ ദൈവം നിറവേറ്റും. പക്ഷേ ഈ അവധിക്കാലത്ത് നാം ദൈവത്തെ അനുസരിക്കുമോ? അനുസരിക്കുമെങ്കിൽ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞാട്ടെ. രക്ഷിക്കപ്പെടാത്തവർ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാട്ടെ. സ്നാനപ്പെടാത്തവർ അതിനായിട്ട് സമർപ്പിച്ചാട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവർ അതിനുവേണ്ടി ആഗ്രഹിച്ചാട്ടെ. വേർപെടാത്തവർ അതിനുവേണ്ടി സമർപ്പിച്ചാട്ടെ. കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ സമർപ്പണമുള്ളവർ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ജീവിതത്തിൽ ഏതെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ കരുണാസമ്പന്നനായ ദൈവത്തോട് ഏറ്റുപറഞ്ഞാട്ടെ. ഈ അവധിക്കാലം ക്രമീകരിക്കുവാൻ പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഉപവാസത്തിൻ്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ സ്വർഗം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ, ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ, ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാ
ആത്മാവ് ശാന്തമായി ഇടപെടുന്ന ഒരു സമയമാണ്. നീ നിന്റെ കണ്ണുകൊണ്ട് ആ ദർശനത്തിൻ്റെ നിവൃത്തി കാണാൻ പോകുകയാണ്. നിന്റെ ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി തരാൻ പോകുകയാണ്. ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അത് നമ്മുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ആരാധിക്കാം. മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആരാധിക്കാം, എല്ലാവരും ആരാധിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് ആലോചനകൾ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ, ദൈവദാസന്മാരിലൂടെ, ദാസിമാരിലൂടെ, അവിടുത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് നിവർത്തിക്കുവാൻ അങ്ങ് ശക്തനുമാണ്. എന്നാൽ അതിനൊരു അവധിക്കാലമുണ്ട്. ആ അവധിക്കാലത്ത് ഞങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ ചെയ്യാതെ പോയി. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ആ യാക്കോബിനെ പോലെ ഞങ്ങളായിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. നിന്നെ അനുസരിക്കാനായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ തെറ്റുകൾ, ഞങ്ങളുടെ കുറ്റങ്ങൾ, ഞങ്ങളുടെ അനുസരണക്കേടുകൾ, ഞങ്ങളുടെ അഹങ്കാരങ്ങൾ, ഞങ്ങളുടെ നിഗളങ്ങൾ, ഞങ്ങളുടെ സംശയങ്ങൾ, ഞങ്ങളുടെ അശുദ്ധികൾ എല്ലാം ഞങ്ങളോട് പൊറുക്കണമേ കർത്താവേ. നിന്നെ അനുസരിക്കാനായിട്ട് ഞങ്ങൾ ആ യോസേപ്പിനെ പോലെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. നിനക്കിഷ്ടമില്ലാത്ത മേഖലയിൽ നിന്ന് ഓടാനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. നിന്റെ മക്കൾക്ക് നൽകണമേ കർത്താവേ. അത് നിവർത്തിക്കപ്പെടുന്ന ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് ഇത് തീരാൻ കർത്താവ് ഇടയാക്കണമേ. നിന്റെ മക്കളുടെ കണ്ണുനീര് കാണണമേ കർത്താവേ, വേദന കാണണമേ കർത്താവേ. ആരോടും പറയാൻ കഴിയാത്തവണ്ണം രഹസ്യമായി കരയുന്ന ഈ വിഷയങ്ങളിൽ നീ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. അത് നിന്നെ കൊണ്ടല്ലാതെ കഴിയുകയില്ല, ലാഭാനത് കഴിയുകയില്ല. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ആ ദർശനം നിറവേറ്റണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല അന്ധകാരത്തിന്റെ കെട്ടുകളെയും, പിശാച് ബന്ധിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളെയും അഴിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. തന്റെ മക്കൾക്കെതിരായി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പരാജയപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ വിജയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ കരങ്ങൾ വ്യാപരിക്കട്ടെ. കരമടിച്ച് രാമനാലകരക ശാന്തേരിയാലബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിശാചിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓർമ്മകൾ വർദ്ധിക്കട്ടെ, ബുദ്ധി വർദ്ധിക്കട്ടെ. പാപ വഴികളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കൃപ വർദ്ധിക്കട്ടെ.